22 കൊല്ലം മുമ്പ് സ്വിറ്റ്സർലൻഡിലൂടെ നടത്തിയ ഒരു യാത്രയുടെ കഥകളാണ് നമ്മൾ പറഞ്ഞു വന്നിരുന്നത്. യുങ്ഫ്രോ എന്ന് പറയുന്ന യൂറോപ്പിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയുടെ മുകളിൽ ചെന്നിട്ട് വെറുതെ അങ്ങ് ചെല്ലുകയല്ല, ഒരു ട്രെയിനിൽ കയറി അവിടെ എത്തിയിട്ട് അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ തിരിച്ച് ദീർഘമായൊരു യാത്രയ്ക്ക് ശേഷം സൂറിച്ച് നഗരത്തിൽ വന്നിറങ്ങി. സൂറിച്ച് നഗരത്തിലെത്തിക്കുമ്പോഴത്തേക്കും നേരം വൈകുന്നേരമായി. യുങ്ഫ്രോയുടെ കഥകളൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ വിശദമായിട്ട് പറഞ്ഞു. അതിമനോഹരമായൊരു യാത്രയാണ്. സൂറിച്ച് ഈ സ്വിറ്റ്സർലൻഡിലെ പല സ്ഥലങ്ങളിലേക്കും പോകുന്നതിൻ്റെ ഒരു ബേസ് ആക്കാൻ പറ്റുന്ന സ്ഥലമാണ്. ഒന്ന്, നല്ല ഗതാഗത സൗകര്യങ്ങളുണ്ട്, വലിയൊരു പട്ടണമാണ്, അവിടെ തന്നെ ഇൻ്റർനാഷണൽ എയർപോർട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ നാട്ടിലേക്ക് മടങ്ങാനും നാട്ടിൽ നിന്ന് വന്നിറങ്ങാനും ഒക്കെ പറ്റുന്നൊരു സ്ഥലവും കൂടിയാണ് സൂറിച്ച്. അതുകൊണ്ടാണ് സൂറിച്ചിൽ നിന്ന് ഞാൻ പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്തത്. വൈകുന്നേരമായപ്പോൾ എന്നെ എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചു. സുഹൃത്ത് കഴിഞ്ഞ 2 എപ്പിസോഡ് മുമ്പ് ഞാൻ പറഞ്ഞതാണ്, ബോബി എന്ന് പറയുന്ന എൻ്റെ ഒരു ബന്ധുവും സുഹൃത്തും ഒക്കെ ആയ ആൾ. അപ്പോൾ ബോബി പറഞ്ഞു, ഇന്നെന്താ വൈകിട്ട് പരിപാടി? ഞാൻ പറഞ്ഞു, വൈകിട്ട് ഇന്ന് പരിപാടിയൊന്നുമില്ല, എന്നാൽ ഞാനിന്ന് ഒരു അത്താഴം തരാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ശരി, വളരെ സന്തോഷം. അങ്ങനെ കുറച്ച് നേരം കാത്തു നിന്നപ്പോഴത്തേക്കും ബോബി ടൗണിലേക്ക് എത്തി, ആ ഓൾഡ് ടൗണിലേക്ക്. ഞങ്ങൾ ഒന്നിച്ച് ഈ ടൗണിലെ കാഴ്ചകളിലൂടെ നടന്നു. സൂറിച്ചിൻ്റെ ഓൾഡ് ടൗൺ വളരെ മനോഹരമാണ്. അതിഗംഭീരമായ സ്ട്രീറ്റുകൾ, കല്ല് വിരിച്ച മനോഹരമായ സുന്ദരമായ സ്ട്രീറ്റുകൾ, അതിൻ്റെ ഓരങ്ങളിൽ പ്രൗഢമായ കെട്ടിടങ്ങൾ, അതിൻ്റെ മുന്നിൽ ബിയർ ഗാർഡനുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഭക്ഷണ വൈവിധ്യത്തിൻ്റെ സ്ഥലങ്ങൾ ഒക്കെ. അങ്ങനെ അവിടെ കലാകാരന്മാർ, സന്ധ്യയാകുമ്പോഴത്തേക്കും കലാകാരന്മാർ വരും. ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും കോളേജ് വിദ്യാർത്ഥികളായിരിക്കണം. അവർ പകൽ പഠിക്കാൻ പോവും, വൈകുന്നേരം ആകുമ്പോൾ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞ് ഈ സ്ക്വയറിലേക്ക് വരും. അവർക്ക് 2 പേർക്കും പാട്ടറിയാം, സംഗീതോപകരണം നന്നായിട്ട് വായിക്കും. അവരത് നല്ല ഗംഭീരമായ പെർഫോമൻസ് നടത്തുന്നു. കുറച്ച് ആളുകളൊക്കെ ചിലപ്പോൾ കണ്ടു നിന്നിരിക്കും, വേറെ ചിലർ കാണാത്ത മട്ടിൽ കടന്നു പോകും. പക്ഷേ കണ്ടു നിൽക്കുന്നവർ അവരുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് പൈസ കൊണ്ടുപോയിടും. €1 അതിൻ്റെ പകുതിയോ കാലോ ഒക്കെ ആയിരിക്കും കൊണ്ടുപോയിടുക. പക്ഷേ എന്താണെങ്കിലും ഒരു ദിവസത്തെ ഭക്ഷണത്തിനെങ്കിലും തികയുന്ന വരുമാനം അവരുണ്ടാക്കും. അതുമാത്രമായിരിക്കില്ല ചിലപ്പോൾ അവരുടെ ജോലി, വേറെയും ജോലിക്ക് പോകുന്നുണ്ടാവാം. ഞാൻ ഈ കാഴ്ച കണ്ട് നടക്കുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുള്ളൊരു കാര്യം, പലപ്പോഴും ഈ യൂറോപ്പിലും ജപ്പാനിലും അതുപോലെ തന്നെ ഹോങ്കോങ്ങിലും അമേരിക്കയിലും ഒക്കെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുള്ളൊരു കാര്യം, ചെറുപ്പക്കാർ, പഠിക്കുന്ന ആളുകൾ, വിദ്യാർത്ഥികൾ പഠനത്തോടൊപ്പം പണം ഉണ്ടാക്കുന്ന, ജീവിക്കാൻ വേണ്ടി പല തൊഴിലുകൾ ചെയ്യുന്ന കാഴ്ചകളാണ്. അതിപ്പോഴും പല രാജ്യങ്ങളിലും വന്നിട്ടില്ല. ഇപ്പോൾ അറബി രാജ്യങ്ങളിൽ നമുക്കങ്ങനെ കാണാൻ കഴിയില്ല. ഇന്ത്യയിൽ പഠനത്തിനൊപ്പം തൊഴിലെടുക്കുന്ന കുറച്ച് ആളുകളൊക്കെ ഉണ്ട്, കുറേ കുട്ടികളൊക്കെ ഉണ്ട്, വിദ്യാർത്ഥികളൊക്കെ ഉണ്ട്. പക്ഷേ അതൊരു പൊതു സ്വഭാവമായി മാറിയിട്ടില്ല. കാരണം മാതാപിതാക്കളുടെ സംരക്ഷണയിലാണ് നമ്മുടെ നാട്ടിലെ കുട്ടികളെല്ലാം കഴിയുന്നത്. ഈ പാശ്ചാത്യ നാടുകളിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ മാതാപിതാക്കളുടെ നിയന്ത്രണത്തിൽ നിന്ന് ഈ കുട്ടികൾ സ്വതന്ത്രമാകും. എന്ന് മാത്രമല്ല, മാതാപിതാക്കൾ ഒരു പരിധിവരെ ഇവരെ സ്വതന്ത്രരാക്കി വിടും. പിന്നെ പഠനത്തിന് വേണ്ട ചില ലോണ്, ബാങ്ക് ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ ആയിരിക്കും മാതാപിതാക്കൾ സഹായിക്കുക. പക്ഷേ ആ ലോൺ എടുത്ത് കൊടുത്താൽ അത് റീപേ ചെയ്യേണ്ടത് ഈ കുട്ടിയുടെ ജോലിയാണ്. അവൻ ജോലി ചെയ്ത് റീപേ ചെയ്തോണം, മാതാപിതാക്കൾ ആ പൈസയൊന്നും റീപേ ചെയ്യില്ല. അപ്പോൾ ഒരു 18 വയസ്സ് കഴിഞ്ഞ ഒരു കുട്ടിയെ വലിയധികം നിയന്ത്രിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും മാതാപിതാക്കൾ സാധാരണഗതിയിൽ മെനക്കെടാറില്ല. കുട്ടികളും അത് പ്രതീക്ഷിക്കുന്നില്ല. കാരണം അവൻ്റെ കൂട്ടുകാരല്ല അവളുടെ കൂട്ടുകാരൊക്കെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നവരാണ്. അപ്പോൾ മാതാപിതാക്കളെ ആശ്രയിച്ച് ഒരാൾ ജീവിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു മോശം കാര്യമായിട്ടാണ്. ഇത് തന്നെ മാതാപിതാക്കളുടെ കാര്യത്തിലുമുണ്ട്. ഈ കുട്ടികൾക്കൊരു 18 വയസ്സ് വരെ വളർത്തി അവരെ വിടുക, നമ്മൾ ഈ പക്ഷികളും മൃഗങ്ങളും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ പറക്കാറായി കഴിഞ്ഞാൽ അവരെ സ്വതന്ത്രമാക്കി വിടുക, അവരുടെ സ്വപ്നങ്ങളിലേക്ക്, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് അവർ പറക്കട്ടെ എന്ന് വെക്കുക. എന്നിട്ട് വയസ്സായി കഴിയുമ്പോൾ ഇവരെ സംരക്ഷിക്കണമെന്ന് ഇവർ പ്രതീക്ഷിക്കുന്നില്ല ഈ മാതാപിതാക്കൾ. നമ്മുടെ സ്ഥിതി അങ്ങനെയല്ലല്ലോ. മക്കൾ നമ്മളെ വയസ്സാകുമ്പോൾ സംരക്ഷിക്കും, ചികിത്സിക്കുകയും ശുശ്രൂഷിക്കുകയും നമ്മളെ കുളിപ്പിക്കുകയും ആശുപത്രി കൊണ്ടുപോയൊക്കെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയും, അതാണ് നമ്മുടെ ഒരു സിസ്റ്റവും സംസ്കാരമായിട്ട് വർഷങ്ങളായിട്ട് നൂറ്റാണ്ടുകളായിട്ട് നമ്മൾ പുലർത്തിപ്പോരുന്നത്. അവിടെ പക്ഷേ അങ്ങനെയില്ല. അവിടെ ഈ മുതിർന്നവർക്ക്, പ്രായമായവർക്ക് സ്വയം ജോലി ചെയ്യാനോ മൂവ് ചെയ്യാനോ പറ്റാത്തൊരു സ്ഥിതി വരുമ്പോൾ അവർ നേഴ്സിംഗ് ഹോമുകളോ കെയർ ഹോമുകളോ പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മാറുന്നു. അവിടെയായിരിക്കും മിക്കവാറും പേരുടെ അന്ത്യം. അവിടേക്ക് അത് ഒരു ഒരു അനാഥാലയം പോലെ അല്ലത്, അതൊരു സാമൂഹ്യ സംവിധാനം, ഒരു ഹോട്ടൽ പോലെ അല്ലെങ്കിൽ ഒരു റിസോർട്ട് പോലെ അല്ലെങ്കിൽ മനോഹരമായ ഒരു ആംബിയൻസ് ഉള്ള പ്രായമായ ആളുകൾ അവരുടെ ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ജീവിക്കുന്ന, എല്ലാത്തരം എൻ്റർടൈൻമെൻറ്റ്സും എല്ലാ തരത്തിലും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാവുന്ന, എല്ലാ തരത്തിലും പരിചരിക്കാൻ ആളുകളുള്ള മനോഹരമായ ഒരു ആംബിയൻസാണ്. അത്തരം സ്ഥലങ്ങളിൽ ഇവരെ ആക്കിയിട്ട് മക്കൾ പലയിടത്തായിരിക്കും ജോലി ചെയ്യുക.
അവർ ഈ രാജ്യത്ത് തന്നെ ആവണമെന്നില്ല, ഈ നഗരത്തിലാവണമെന്നില്ല, ഈ രാജ്യത്തിൻ്റെ അവർ ജീവിക്കുന്ന രാജ്യത്തിൻ്റെ മറ്റേതെങ്കിലും ഒരു ഭാഗത്തായിരിക്കാം, ആ ഭൂഖണ്ഡത്തിൻ്റെ തന്നെ മറ്റൊരു ഭാഗത്തായിരിക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇവർ വിളിക്കും, അന്വേഷിക്കും, ചിലപ്പോൾ കാണാൻ വരും. അതും അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് ഇവരുടെ സൗകര്യമൊക്കെ ചോദിച്ചിട്ട് വരുന്നു. ഇങ്ങനെയാണ് അവിടുത്തെ ഒരു സിസ്റ്റം. മരിച്ചു കഴിയുമ്പോൾ പോലും ഈ മക്കളെ മരിച്ചു എന്നുള്ള വിവരം അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഫ്യൂണറൽ ഹോമുകൾക്ക് കൈമാറും. ഫ്യൂണറൽ ഹോമുകളാണ് മരണാനന്തര ചടങ്ങുകളെല്ലാം പ്ലാൻ ചെയ്യുന്നത്. അതൊരു പ്രൊഫഷണൽ സംവിധാനമാണ്. നമ്മുടെ നാട്ടിൽ അത് ആയി വരുന്നു, അത് വരും. കാരണം 10-20 കൊല്ലം മുമ്പ് ഈ ഫ്യൂണറൽ ഹോമുകളെക്കുറിച്ച് അമേരിക്കയിൽ ഞാൻ നടത്തിയ യാത്രയിൽ കണ്ട ഫ്യൂണറൽ ഹോമുകളെക്കുറിച്ച്, ആ സംസ്കാരത്തെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ പലരും ഞെട്ടലോടെയും നെറ്റിച്ചുളിയലോടെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അന്നത്തെ പല കാര്യങ്ങളും ഇന്ന് നടപ്പായി വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. എൻ്റെ ഒരു ഗ്രാൻഡ് ഫാദർ, എൻ്റെ അമ്മയുടെ പിതാവ്, ഏകദേശം ഒരു 30 വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം മരിച്ചു. ഈ ഗ്രാമത്തിൽ തന്നെ, ഇതിൻ്റെ വേറൊരു ഭാഗത്താണ്. അവിടെ നിന്ന് മരങ്ങാട്ടുപള്ളി പള്ളിയിൽ കൊണ്ടുവന്ന് വേണം മൃതദേഹം സംസ്കരിക്കാൻ. ഏകദേശം 3 കിലോമീറ്റർ ദൂരമുണ്ട്. അപ്പോൾ അക്കാലത്തൊക്കെ ഈ മൃതദേഹം വീട്ടിൽ നിന്ന് തോളിൽ ചുവന്ന് പള്ളിയിലേക്ക് കൊണ്ടുവരികയും സെമിത്തേരിയിൽ സംസ്കരിക്കുകയും ചെയ്യുന്ന രീതിയായിരുന്നു. അപ്പോൾ ഈ മരിക്കുന്ന സമയമായപ്പോൾ ഞാൻ ഒരു വിദ്യാർത്ഥിയൊക്കെയാണ്. അപ്പോൾ ഞാനൊരു സജഷൻ ഞാൻ വെച്ചത് ഓർക്കുന്നുണ്ട്. നമുക്ക് ഈ മൃതദേഹം ഒരു വാഹനത്തിൽ കൊണ്ടായാലും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന കാരണവന്മാരും എല്ലാം നമ്മുടെ നേരെ ക്ഷോഭിക്കുകയാണ്. നിനക്ക് അവസാനമായിട്ട് നിൻ്റെ വല്യപ്പനെ ഒന്ന് ചുമക്കാൻ കഴിയില്ലേ? നിനക്ക് അതുപോലും പറ്റില്ലേ എന്നുള്ളതായിരുന്നു ചോദ്യം. ഏതായാലും അത് നമ്മുടെ ആശയം അവിടെ നടപ്പായില്ല. പക്ഷേ ഇന്നൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഇന്ന് മരങ്ങാട്ടുപള്ളി ഗ്രാമത്തിലെ പള്ളിയുടെ 100 മീറ്റർ അടുത്തുള്ള ഒരു വീട്ടിൽ നിന്ന് പോലും മൃതദേഹം പള്ളിയിലേക്ക് കൊണ്ടുവന്ന ആംബുലൻസിലാണ്. അതിനുവേണ്ടിയുള്ള ആംബുലൻസുകളുണ്ടായി. ഇന്ന് ആ ചോദ്യം ആരും ചോദിക്കില്ല. അപ്പോൾ നമ്മളൊരു 30 കൊല്ലം മുമ്പ് ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മളവിടെ വിപ്ലവകാരിയോ ധിക്കാരിയോ ആയി മാറും. ഇത് ഏത് കാലഘട്ടത്തിലുള്ളതാണ്? അപ്പോൾ ഈ മാറ്റങ്ങൾ, ഞാൻ ഈ യൂറോപ്പിലെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നത് ഇത്തരം കെയർ ഹോമുകളിലും ഓൾഡ് ഏജ് ഹോമുകളിലും ഒക്കെയാണെന്ന് ഞാൻ പറയുമ്പോൾ ആ സാഹചര്യം കേരളത്തിൽ ഉണ്ടാവും എന്നുള്ളതിനെ നമ്മൾ യാഥാർത്ഥ്യത്തോടെ കാണേണ്ടത് വരും. കാരണം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തേക്ക് നമ്മുടെ കുട്ടികൾ കയറിപ്പോകുന്നു. അവർക്ക് മാതാപിതാക്കളെ സംരക്ഷിച്ചുകൊണ്ട് നാട്ടിൽ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. ഈ പറഞ്ഞ ആശയം യൂറോപ്പിൽ എന്താണോ, അമേരിക്കയിൽ എന്താണോ നടന്നത്, അതുപോലുള്ള കെയർ ഹോമുകളും അവർക്കുള്ള റിസോർട്ടുകളും അവർക്ക് അവരുടെ ജീവിത അവസാന കാലം ഏറ്റവും ആഹ്ലാദകരമായി കഴിക്കാൻ കഴിയുന്ന കേന്ദ്രങ്ങളും ഉണ്ടായേ പറ്റൂ. അപ്പോൾ ഇത്തരത്തിലുള്ള പല വീക്ഷണങ്ങളും നമുക്കുണ്ടാകുന്നത് ഈ 90കളിലും 2000ൻ്റെ ആദ്യകാലത്തും ഒക്കെ നമ്മൾ നടത്തിയ യാത്രകളിൽ അക്കാലത്തെ യൂറോപ്പും നമ്മുടെ നാടും തമ്മിലുള്ള ഈ വൈരുദ്ധ്യം തിരിച്ചറിഞ്ഞുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമായിരുന്നു ഞാൻ ആശയങ്ങൾ രൂപീകരിച്ചത്. ഞാനും ബോബിയും കൂടെ ഈ കഥകളും ഇത്തരം ആശയങ്ങളും ഇത്തരം ചിന്തകളും അവിടുത്തെ ജീവിത രീതികളും അവിടെ ദീർഘകാലമായിട്ട് ജീവിക്കുന്ന ബോബിയുടെ അനുഭവങ്ങളും ഒക്കെ ആ വൈകുന്നേരം അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് പങ്കുവച്ചു. അപ്പോൾ ബോബി പറഞ്ഞു, നമുക്ക് ഇവിടെ ഇരുന്ന് കഴിക്കുമ്പോൾ വേണമെങ്കിൽ സ്വിസ് വിഭവമൊക്കെ കഴിക്കാം, പക്ഷേ എനിക്കിഷ്ടം മെക്സിക്കൻ വിഭവം കഴിച്ചിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ കഴിച്ചിട്ടില്ല. കാരണം ആ കാലത്ത് ഞാൻ മെക്സിക്കോയിൽ പോയിട്ടില്ല, അമേരിക്കയിലേക്കും പോയിട്ടില്ല, യൂറോപ്പ് കഴിഞ്ഞ് പടിഞ്ഞാറോട്ട് ഞാൻ പോയിട്ടില്ല ആ കാലത്ത്. ശരി, ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ച് മെക്സിക്കൻ വിഭവങ്ങൾ ബോബി ഓർഡർ ചെയ്തു. ചപ്പാത്തി പോലൊരു ചെറിയൊരു അപ്പം, ടോർട്ടില എന്നാണ് അത് പറയുന്നത്. അതിനകത്ത് മാംസം, ബീഫോ മറ്റ് പന്നിയോ ഒക്കെ മുറിച്ച് ഇട്ട് എടുക്കുന്ന ഒരു ചുരുട്ടിങ്ങ് തരും. അങ്ങനെ ഒരു വിഭവം. അതുപോലെ തന്നെ ഫജിത്താസ് എന്ന് പറയുന്ന ഒരു വിഭവം, അത് ചോറ്, അതിൻ്റെ അനുബന്ധമായ കുറേ സാധനങ്ങളൊക്കെയാണ്. ഏതായാലും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ മെക്സിക്കൻ വിഭവം കഴിച്ചത്. അതെല്ലാം കഴിച്ചു. നേരെ ഏറെ ഇരുട്ടുന്ന വരെ ആ തെരുവോരത്തിരുന്നു. ധാരാളം ആളുകളുണ്ട്, നമ്മൾ മാത്രമല്ല, കുറേയേറെ ആളുകൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് വഴിയോരങ്ങളിൽ ഈ മനോഹരമായ ബീർ ഗാർഡനുകളിലെ റെസ്റ്റോറൻറ്റുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. തെരുവിലാണിതെല്ലാം. തെരുവിൽ കലാകാരന്മാർ പെർഫോമൻസ് നടത്തുന്നുണ്ട്, നടന്ന് തിരക്കിട്ട് പോകുന്നവരുണ്ട്, വെറുതെ അലസമായി നടക്കുന്നവരുണ്ട്, കമിതാക്കളുണ്ട്, പ്രണയിക്കുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്, ഇങ്ങനെ ആളുകളുണ്ട്. അത് കഴിഞ്ഞ് ബോബി യാത്ര പറഞ്ഞ് പിരിഞ്ഞു. കാരണം ഇനി ഞങ്ങൾ കാണില്ല, ഉടനെ സ്വിറ്റ്സർലൻഡ് വെച്ച്, ഇനി നാട്ടിൽ വെച്ച് കാണാം എന്ന് പറഞ്ഞ് ബോബി പോയി. ഞാൻ ഹോട്ടലിലേക്ക് പോയി. ഈ ബോബിയായിട്ട് സംസാരിച്ചിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നൊരാശയമുണ്ട്. ഈ സ്വിറ്റ്സർലൻഡിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ അതുവരെ അധികം പേര് കേട്ടിട്ടില്ലാതിരുന്ന ഒരു കൊച്ചു രാജ്യമുണ്ട്. ലിച്ചൻസ്റ്റൈൻ എന്നാണ് എൻ്റെ പേര്. ലിച്ചൻസ്റ്റൈൻ എന്നാണ് അത് എഴുതുമ്പോൾ വായിക്കുക. ലിച്ചൻസ്റ്റൈൻ നമുക്ക് എളുപ്പത്തിൽ അങ്ങ് പറയാം. സ്വിറ്റ്സർലൻഡിൻ്റെയും ഓസ്ട്രിയയുടെയും കൂടെ ഇടയ്ക്ക് കിടക്കുന്ന ഒരു കൊച്ചു രാജ്യമാണ്. ഒരു 10-40,000 ആളുകളുണ്ടാവും. ഒരു കുറച്ച് ഏതാനും സ്ക്വയർ കിലോമീറ്റർ മാത്രമുള്ള, അതായത് ഒരു രാജ്യത്തെ നമ്മളൊരു കുന്നിൻ്റെ മുകളിൽ നിന്ന് നോക്കിയാൽ മൊത്തം കാണാമെന്നിരിക്കട്ടെ, അങ്ങനെ ഒരു രാജ്യം. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഏതായാലും ഇവിടം വരെ വന്നതാണ്, നാളെ എനിക്ക് നെതർലാൻഡ്സിലേക്ക് പോകണം, ആംസ്റ്റർഡാമിലേക്കാണ് പോകേണ്ടത്. ആംസ്റ്റർഡാം കുറേ അകലെയാണ്. സ്വിറ്റ്സർലൻഡും ആംസ്റ്റർഡാമും, സ്വിറ്റ്സർലൻഡ് ആൽപ്സിൻ്റെ ഒരു ഭാഗത്താണെങ്കിൽ ആംസ്റ്റർഡാമും നെതർലാൻഡ്സും ഒക്കെ
അങ്ങ് വടക്ക് ഭാഗത്തായിട്ടാണ്. ദീർഘമായൊരു യാത്രയാണ്. അത് രാത്രിയിലാകാമെന്ന് തീരുമാനിച്ചു. എപ്പോൾ വേണേലും പോകാം, കാരണം എൻ്റെ കയ്യിൽ യൂറയിൽ പാസ്സാണ് ഉള്ളത്. പകൽ പോകാമെന്നാണ് വിചാരിച്ചത്. പകലാണെങ്കിലുള്ള ഒരു കാര്യം, ഈ കാഴ്ചകളൊക്കെ കണ്ടങ്ങ് പോകാം. പകൽ പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ആംസ്റ്റർഡാമിലെത്താം. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ ഞാൻ പദ്ധതി ഒന്ന് മാറ്റി. നാളെ രാവിലെ ലിച്ചൻസ്റ്റൈൻ ഒന്ന് കാണണം. ലിച്ചൻസ്റ്റൈനിലേക്ക് എങ്ങനെ പോകും? ഏതായാലും രാവിലെ ഒരു വഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അന്ന് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ തന്നെ ഉണർന്നെഴുന്നേറ്റു. ഞാൻ പറഞ്ഞു, ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ ബാഗൊക്കെ അവിടെ റിസപ്ഷനിൽ ഏൽപ്പിച്ചു. ഞാൻ വൈകിട്ടേ ബാഗ് എടുക്കുകയുള്ളൂ, ഇവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സംവിധാനമുണ്ട് ഇത്തരം ഹോട്ടലുകളിലൊക്കെ. ആ സ്ത്രീ തന്നെയാണ്. അവരല്ലാതെ വേറൊരു ജോലിക്കാരെ ഞാനവിടെ കണ്ടിട്ടുമില്ല. അവർ പറഞ്ഞു ഇവിടെ ബാഗ് വെച്ചോളാൻ പറഞ്ഞു. ഞാൻ എന്നിട്ട് ഈ ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക്, റെയിൽവേ സ്റ്റേഷനടുത്ത് ഇൻഫർമേഷൻ സെൻറ്റർ ഉണ്ടല്ലോ, പെട്ടെന്ന് അങ്ങോട്ട് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എനിക്ക് ഈ ലിച്ചൻസ്റ്റൈനിലേക്ക് പോകാൻ എന്തെങ്കിലും മാർഗ്ഗമുണ്ടോ? ലിച്ചൻസ്റ്റൈൻ ഒന്ന് കാണണം, അതിനുള്ള ടൂറുകൾ വല്ലതും ഇവിടുന്ന് പുറപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ഒരു ടാക്സി വിളിച്ചാൽ മറ്റേ പോകണം, അല്ലെങ്കിൽ ബസ്സുണ്ടോ, ബസ് സർവീസ് ഉണ്ടോ, ട്രെയിനുണ്ടോ, ഇതൊക്കെ അന്വേഷിക്കണം. അതാണ് ഉദ്ദേശം. അവർ പറഞ്ഞു ട്രെയിൻ സർവീസ് ഒന്നുമില്ല. അങ്ങോട്ട് പോകാനുള്ളൊരു മാർഗ്ഗം ഹെയ്ഡി ലാൻഡ് എന്ന് പറയുന്നൊരു സ്ഥലത്തേക്ക് ഒരു ടൂറുണ്ട്. നിങ്ങൾ ഹെയ്ഡി എന്ന് പറയുന്നൊരു നോവലിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്. ഞങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ലേബറിൻ്റെ ആ ഹെയ്ഡി എന്ന് പറയുന്ന പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. യോഹാന സ്പൈറി എന്ന് പറയുന്ന ഒരു ലേഡി എഴുതിയ, ഒരു നോവലിസ്റ്റ് എഴുതിയ, ഒരു സ്വിസ് നോവലിസ്റ്റ് എഴുതിയ ഒരു നോവലാണ് ഹെയ്ഡി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ. ഒരു സ്വിസ് ആൽപ്സിലെ ഗ്രാമങ്ങളിൽ ജീവിച്ച ഒരു പെൺകുട്ടിയുടെ കഥയാണ്. അപ്പോൾ അവരുടെ കഥയിൽ പരാമർശിക്കുന്ന ആ പ്രദേശത്തേക്ക് ഒരു ബസ് പോകുന്നുണ്ട്, ഒരു ടൂറിസ്റ്റുകളുമായിട്ട്. അതൊരു പ്രശസ്തമായ സ്ഥലമാണ്. ഈ നോവൽ വന്നതുകൊണ്ട് മാത്രം അറിയപ്പെടുന്നതാണ്. ഈ ഹെയ്ഡി ലാൻഡിലേക്ക് പോകുന്ന ഈ ബസ് ഈ ലിച്ചൻസ്റ്റൈൻ കൂടിയാണ് പോകുന്നത്. നിങ്ങൾക്ക് വേണേൽ അതിൽ പോകാം. ഞാൻ ചോദിച്ചു ഇത് എപ്പോഴാണ്? അതൊരു 9:30 പുറപ്പെടും. ഇപ്പോൾ ഒരു മണിക്കൂറിനകം മിക്കവാറും ബസ് വരും. അത് ടിക്കറ്റ് ഉണ്ടോ എന്ന് ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ ഇരുന്ന സ്ത്രീ വിളിക്കുന്നു. കമ്പനി വിളിക്കുമ്പോൾ പറഞ്ഞു ടിക്കറ്റ് ഉണ്ട്. ഞാൻ അപ്പം തന്നെ ഒരു ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഹെയ്ഡി ലാൻഡും കാണാം, ഈ ലിച്ചൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു പുതിയ രാജ്യത്ത് പോയി കാലുകുത്തുകയും ചെയ്യാം. അന്നൊക്കെ ഞാൻ പുതിയ രാജ്യങ്ങളിലേക്ക് പോകുന്ന വലിയ ത്രില്ലായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഓരോ വർഷവും പുതിയ പുതിയ രാജ്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, പുതിയ പുതിയ രാജ്യങ്ങളിൽ കാലുകുത്തണം എന്നുള്ള വാശിക്ക് യാത്ര ചെയ്യുന്നൊരു കാലം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കൊരു രാജ്യം മിച്ചം കിടപ്പുണ്ടെങ്കിൽ അതുകൂടെ തീർച്ചയായിട്ടും കയറിയിട്ട് കണ്ടിട്ട് പോകണമല്ലോ. അങ്ങനെ ആ ബസ് വന്നു, അതിൽ കയറി ഞങ്ങൾ ഈ ഗ്രാമങ്ങൾ സൂറിച്ച് നഗരം പിന്നിട്ടു. ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയായി. മനോഹരമായ കൃഷിയിടങ്ങൾ. അന്ന് നല്ല വെയിലുള്ളൊരു ദിവസമാണ്, അതിമനോഹരമാണ്. അപ്പോൾ അവിടെ നമ്മൾ മലയൊന്നും കാണുന്നില്ല. സ്വിറ്റ്സർലൻഡിൻ്റെ സമതലങ്ങളിലൂടെയാണ് കുറേ ദൂരം പോകുന്നത്. സൂറിച്ച് തടാകത്തിൻ്റെ തീരത്ത് കൂടെ കുറേ ദൂരം ഓടിയിട്ട് നമ്മൾ പോകുമ്പോൾ വഴിയരികിൽ അല്ലെങ്കിൽ നമ്മുടെ റോഡിൻ്റെ വശങ്ങളിൽ കാണുന്നതൊക്കെ സൂര്യകാന്തി പാടങ്ങൾ, ധാരാളം സൂര്യകാന്തി പാടങ്ങൾ, സൂര്യകാന്തി വിരിഞ്ഞ് നിൽക്കുന്ന മനോഹരമായ പാടങ്ങൾ, ഉരുളക്കിഴങ്ങ് പാടങ്ങൾ, ഗോതമ്പ് പാടങ്ങൾ, ഇതൊക്കെയാണ്. ഇത് കണ്ട് ഏകദേശം ഒരു മണിക്കൂറോളം 45 മിനിറ്റ് 50 മിനിറ്റ് ഓടിക്കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു നഗരത്തിലെത്തുന്നു, ഒരു പുരാതനമായ നഗരം. അപ്പോൾ ഈ ബസ്സിലൊരു ഗൈഡുണ്ട്. അവർ മൈക്ക് എടുത്തിട്ട് പറഞ്ഞു നമുക്കിവിടെ ഒരു സ്റ്റോപ്പുണ്ട്, ഇവിടെ ഒരു 1.5 മണിക്കൂർ സമയമുണ്ട്. ഈ നഗരത്തിൻ്റെ പേരാണ് റാപ്പേഴ്സ്വിൽ. റാപ്പേഴ്സ്വിൽ വളരെ ചരിത്രമുള്ളൊരു നഗരമാണ്. ഒരു കാലത്ത് സ്വിറ്റ്സർലൻഡിൻ്റെ ഭാഗമല്ലാതെ ഒരു സ്വതന്ത്ര നാട്ടുരാജ്യമായിട്ട് നിലനിന്നിരുന്ന 1500കളിലും 600കളിലൊക്കെ സ്വതന്ത്ര നാട്ടുരാജ്യമായിരുന്ന ഒരു പ്രദേശമാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു വലിയ കോട്ടയുണ്ട്, അവിടുത്തെ ഭരണാധികാരിയുടെ കോട്ട. അതിൻ്റെ താഴ്വാരത്ത് മനോഹരമായ ഓൾഡ് ടൗണ്, പുരാതനമായ 500, 600, 700 വർഷം പഴക്കമുള്ള കെട്ടിടങ്ങളുടെ നിരയുള്ള തെരുവ്. നമ്മളിനി എവിടെയാണ് കണ്ടുമുട്ടേണ്ടതെന്നൊക്കെ ഗൈഡ് പറഞ്ഞു തന്നിട്ട് അവർ വണ്ടിയായിട്ട് അങ്ങോട്ട് പോയി. ഞങ്ങളെല്ലാവരും ഇറങ്ങി. ഞാൻ ആദ്യം കോട്ടയിലേക്ക് പോയി. ഈ പുരാതന തെരുവുകളിലൂടെ എല്ലാം നടന്നു. പിന്നെ കോട്ടയിലേക്ക് പോയി. കോട്ടയുടെ അകത്തും പുറത്തുമുള്ള കാഴ്ചകളെല്ലാം കണ്ടു. അതിനകത്തെ മ്യൂസിയങ്ങൾ കണ്ടു. പിന്നെ തടാകതീരത്തേക്ക് വരുന്നു. തടാകതീരത്ത് നിരവധി ബോട്ടുകൾ നിരന്ന് കിടക്കുന്നു, ടൂറിസ്റ്റുകളായിട്ട് പോകുന്ന ബോട്ടുകൾ. അതിമനോഹരമായൊരു പട്ടണം, അതീവ ബ്യൂട്ടിഫുള്ളായിട്ടൊരു പട്ടണം. ഈ തടാകം തന്നെ അതിമനോഹരം. അതിൻ്റെ തീരങ്ങളിലെ പുൽമേടുകൾ, അത് കഴിഞ്ഞ് മലനിരകൾ, ഇതിനിടയ്ക്ക് ഈ ഒരു പട്ടണം. ഈ തടാകത്തിൽ നിരവധി അരയന്നങ്ങളുണ്ട്. അപ്പോൾ ഈ അവിടെ വൃദ്ധരായ കുറേ പേരുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അരയന്നങ്ങൾക്ക് വന്ന് തീറ്റ കൊടുക്കുകയാണ്. ഇനിയാണ് നമ്മൾ ഏറ്റവും ചെറിയ രാജ്യങ്ങളിലൊന്നായ ലിച്ചൻസ്റ്റൈനിലേക്ക് പോകുന്നത്. അപ്പോൾ ഓടുന്നത് മലനിരകളിലൂടെയാണ്, മലമ്പാതകളിലൂടെയാണ്. നമ്മളൊരു മലയുടെ മുകളിലെത്തുമ്പോഴത്തേക്കും ബസ് പയ്യെ സ്ലോ ഡൗൺ ചെയ്തിട്ട് ഗൈഡ് പറഞ്ഞു ആ താഴേക്ക് നോക്കുമ്പം ഒരു ചെറിയ പട്ടണവും വിശാലമായ കൃഷിയിടങ്ങളും എല്ലാം കാണാം ഒരു താഴ്വാരത്ത്. ആ താഴ്വാരം മുഴുവൻ ഒരു രാജ്യമാണ്. അതാണ് ലിച്ചൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യം. നിങ്ങളിവിടെ നിന്ന് ചൊവ്വേ നേരം കണ്ടോളൂ. ആ കാണുന്ന അത്രയുള്ള രാജ്യം, അതായത് അതിൻ്റെ അതിരുകൾ ചുറ്റും കാണുന്ന മലനിരകളാണ്. അതിൻ്റെ ഒരു വശം നിങ്ങൾ കാണുന്നത് ഓസ്ട്രിയയാണ്. അതുമാത്രമല്ല, നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന മലയിൽ നിന്ന് നോക്കുമ്പോൾ നേരെ മുന്നിൽ അങ്ങ് അകലെ കാണുന്നത് ഓസ്ട്രിയ ആണെങ്കിൽ ഈ ലിച്ചൻസ്റ്റൈനും കഴിഞ്ഞ് വീണ്ടും അങ്ങ് അകലെ
അങ്ങ് ഇടതുവശത്ത് അങ്ങ് വടക്ക് ഭാഗത്തേക്ക് നിങ്ങൾ നോക്കുമ്പോൾ കാണുന്നത് ജർമ്മനിയാണ്. നമ്മളിപ്പം നിൽക്കുന്നത് സ്വിറ്റ്സർലൻഡിലാണ്. ഇനി ഇവിടെ നിന്ന് വലത്തേക്ക് നോക്കിയാൽ, തെക്ക് ഭാഗത്തേക്ക് നോക്കിയാൽ അങ്ങ് അകലെ നിങ്ങൾ കാണുന്ന ഭൂമി മുഴുവൻ ഇറ്റലിയുടേതാണ്. അപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിനൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്നാൽ നിങ്ങൾക്ക് ഏകദേശം 5 രാജ്യങ്ങൾ കാണാം. സ്വിറ്റ്സർലൻഡ്, ജർമ്മനി, ഓസ്ട്രിയ, ലിച്ചൻസ്റ്റൈൻ, ഇറ്റലി. അങ്ങനെ ഒരു സ്ഥലം നിങ്ങൾക്ക് ലോകത്ത് അധികം കാണില്ല എന്ന് പറയും. ഏതായാലും അവിടെ നിന്ന് അവിടെ ബസ്സിനകത്തിരുന്ന് തന്നെ ഞങ്ങൾ ഇറങ്ങിയില്ല. ആ ദൃശ്യങ്ങളൊക്കെ പകർത്തിയെടുത്ത് വീണ്ടും മലയിറക്കം തുടങ്ങി. ചുരം പാത ഇറങ്ങി നമ്മൾ വഡൂസ് എന്ന് പറയുന്ന ഒരു പട്ടണത്തിലേക്ക് എത്തി. വഡൂസ്, ഈ വഡൂസാണ് ലിച്ചൻസ്റ്റൈൻ്റെ ക്യാപിറ്റൽ. അവിടെ പോയി വഡൂസ് നഗരത്തിൽ പോയി ബസ് നിർത്തും. അപ്പോൾ അവിടെ ധാരാളം ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഈ സ്വിറ്റ്സർലൻഡിൽ വരുന്ന ടൂറിസ്റ്റുകളിൽ വലിയൊരു ശതമാനം ഈ വഡൂസ് കാണാൻ വരും. വഡൂസ് അല്ല, ഈ ലിച്ചൻസ്റ്റൈൻ കാണാൻ വരും. അവിടെ ട്രോളി ബസ്സുകളുണ്ട്, ചെറിയ ട്രോളി വണ്ടികൾ. അത് ട്രെയിൻ പോലെ ഇരിക്കും, ടോയ് ട്രെയിൻ പോലെ ഇരിക്കും. പുറകെ കുറേ ട്രോളികളുണ്ടാവും, മുമ്പിലൊരു എഞ്ചിൻ കാണും, ഇത് വലിച്ചുകൊണ്ട് പോകും. അപ്പോൾ ഈ ടൂറിസ്റ്റുകളെ ഇത് കയറ്റിയിരുത്തി ഈ രാജ്യത്തൂടെ മുഴുവൻ കറക്കും. അങ്ങനെ ഒരു പരിപാടിയുണ്ട്. അവിടെ നമ്മൾ ഈ വഡൂസ് എന്ന് പറയുന്ന ഒരു നഗരത്തിൽ വന്ന് നിൽക്കുമ്പോൾ അതിൻ്റെ ഒരു സൈഡ് ഒരു പാറക്കെട്ടാണ്, വലിയൊരു പർവ്വതമാണ്. ഈ പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു കൊട്ടാരമുണ്ട്, ഒരു കാസിലുണ്ട്. ആ കാസിലാണ് രാജാവിൻ്റെ കൊട്ടാരം. ഇപ്പോഴും രാജഭരണത്തിലുള്ള ഒരു പ്രദേശമാണ്. ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി എന്ന് പറയുന്ന ഭരണഘടനാധിഷ്ഠിതമായി ഭരിക്കുന്ന ഒരു രാജഭരണമാണ് അവിടെ നടക്കുന്നത്. 80കളിൽ അധികാരത്തിൽ വന്ന ഹാൻസ് ആദം രണ്ടാമൻ എന്ന് പറഞ്ഞ രാജാവ് തന്നെയാണ് ഇപ്പോഴും ഭരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൊട്ടാരമാണ് ആ മലമുകളിൽ കാണുന്നത്. അപ്പോൾ ഈ മലമുകളിൽ ആ കൊട്ടാരം, ഈ വക്കൽ ഒരു ക്ലിഫിലായിരിക്കുന്ന ആ കൊട്ടാരം. ആ ക്ലിഫിൽ ആ ജാലകം തുറന്നിട്ട്, ജനാല തുറന്നിട്ട് അങ്ങ് നോക്കിക്കഴിഞ്ഞാൽ രാജാവിന് രാജ്യം മുഴുവൻ കാണാം. തലസ്ഥാനമായ വഡൂസ് നഗരത്തിൽ ആ തെരുവിൽ കൂടെ ആളുകൾ നടക്കുന്നത്, അവിടെ ആരെങ്കിലും ആവശ്യമില്ലാതെ അലമ്പുണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ രാജാവിന് കാണാം. അപ്പോൾ അത്ര ചെറിയൊരു രാജ്യം. ഈ മലമുകളിൽ നിന്ന് രാജാവിന് നോക്കിയാൽ മൊത്തം കാണാൻ രാജ്യം. അപ്പോൾ എത്ര രസമാണ്, സൗകര്യപ്രദമല്ലേ. ശരിക്കും പറഞ്ഞാൽ ഒരു രാജ്യമൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരിക്കണം എന്നുള്ളതാണ് പൊതുവേ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ലിച്ചൻസ്റ്റൈൻ പോലുള്ള ചില ചെറിയ രാജ്യങ്ങളും അവിടുത്തെ സമ്പന്നതയും അവിടുത്തെ മനുഷ്യരുടെ സംതൃപ്തിയും അവിടുത്തെ ഭരണവും ഒക്കെ കാണുമ്പോൾ നമുക്ക് വ്യത്യസ്തമായ ചിന്തകളും ആശയങ്ങളും ഉണ്ടാവും. അവിടുന്ന് പിന്നെ നമ്മൾ മടങ്ങേണ്ട സമയമായി. അവിടുന്ന് രാജാവിൻ്റെ കൊട്ടാരമൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ബസ്സിൽ യാത്ര ചെയ്ത് മടക്കയാത്രയിൽ പോരുമ്പോൾ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ രാജ്യം തീർന്നു. അവിടെ ഒരു ചെക്ക് പോസ്റ്റോ ഒന്നുമില്ല. ഒരു രാജ്യത്തേക്ക് കയറിയത് ഇറങ്ങിയത് നമ്മൾ അറിയുന്നില്ല. ഇത് രാജ്യം വേറൊന്നാണെന്ന് ഗൈഡ് പറയുമ്പോൾ മാത്രമാണ് നമ്മളിത് അറിയുന്നത്. അവിടെ ഒരു 3-4 കൊടികൾ നാട്ടിയിട്ടുണ്ട്. അതിൽ ഈ ലിച്ചൻസ്റ്റൈൻ്റെ പതാകയും സ്വിറ്റ്സർലൻഡിൻ്റെ പതാകയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ ഒരു അതിർത്തിയാണ് നമുക്ക് മനസ്സിലാകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ സ്വിറ്റ്സർലൻഡിൻ്റെ മണ്ണിലൂടെ ഓടി കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറേ ബാരക്കുകളാണ്, നീണ്ട പട്ടാള ബാരക്കുകൾ. അപ്പോൾ ഗൈഡ് പറഞ്ഞു, 2ാം ലോകമഹായുദ്ധ കാലത്ത് ഇവിടെ ഇങ്ങനൊരു ഹൈവേ ഉണ്ടായിരുന്നില്ല, ഇവിടെ ഒരു വിജനമായ പ്രദേശമായിരുന്നു. അക്കാലഘട്ടത്തിൽ സ്വിറ്റ്സർലൻഡ് എന്ന് പറയുന്ന രാജ്യം നിഷ്പക്ഷമായിട്ട് നിന്നിരുന്നെങ്കിലും ഈ രാജ്യത്തിനും സൈന്യം ഉണ്ടായിരുന്നു. ആ സൈന്യത്തിനെ റിസർവ് ചെയ്തിരുന്ന വലിയൊരു ബാരക്ക് പ്രദേശമാണിത്. ഇവിടെയായിരുന്നു സ്വിറ്റ്സർലൻഡിൻ്റെ സൈന്യത്തിൻ്റെ ഒരു വലിയൊരു ബേസ്. അത് കണ്ട് വീണ്ടും മുന്നോട്ട് പോകണം. അപ്പം ഞാൻ ആലോചിക്കുന്നൊരു കാര്യമുണ്ട്. ഈ സ്വിറ്റ്സർലൻഡ് സ്വതന്ത്ര രാജ്യമാണ്, സ്വിറ്റ്സർലൻഡ് നിഷ്പക്ഷ രാജ്യമാണ്. 2ാം ലോകമഹായുദ്ധത്തിലും 1ാം ലോകമഹായുദ്ധത്തിലെങ്കിലും ഒരു ചേരിയിലും ചേർന്നിട്ടില്ല. ഇപ്പോഴും ഒരു ചേരിയിലും ചേരാതെ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നരുടെയും ഏറ്റവും വമ്പന്മാരായ രാഷ്ട്രങ്ങളുടെയും ഒക്കെ സമ്പത്ത് സൂക്ഷിക്കുന്ന ഒരു രാജ്യം സ്വിറ്റ്സർലൻഡ്. എങ്കിലും ഇവർക്ക് വലിയൊരു സൈന്യമുണ്ട്. ഒരു ആപത്ത് പ്രതീക്ഷിക്കുന്നുണ്ട്, ഒരു അപകടം പ്രതീക്ഷിക്കുന്നുണ്ടാവാം. അവിടെ 18 വയസ്സ് കഴിഞ്ഞ ആൺപിള്ളേരെല്ലാം നിർബന്ധമായിട്ടും പട്ടാളത്തിൽ ചേർന്നിരിക്കണം. എത്രയോ വർഷം അവർ സർവീസ് ചെയ്തിരിക്കണം, അത് നിർബന്ധമാണ്. 18 വയസ്സ് കഴിഞ്ഞോ പട്ടാള ചിട്ടയിലായിരിക്കണം അവൻ്റെ ജീവിതം. പിന്നെ അത് കഴിഞ്ഞ് ഇവർക്ക് തൊഴിലെടുത്ത് 2 വർഷം മറ്റാണെന്ന് തോന്നുന്നു അങ്ങനെയുള്ള സർവീസ്. അത് കഴിഞ്ഞ് ഇവർക്ക് ജോലിക്ക് പോകാം, മറ്റു കാര്യങ്ങളിലേക്ക് പോകാം. പക്ഷേ ഈ 2 വർഷത്തെ പട്ടാള പരിശീലനമാണ് സ്വിറ്റ്സർലൻഡുകാരനാക്കുന്നത്. നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്കും ഇതുപോലൊരു പരിശീലനം കൊടുക്കണമെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഒരു പട്ടാള ചിട്ടയുള്ള ഒരു പരിശീലനം ഒരു +2 കഴിയുന്ന കുട്ടികൾക്ക് ഒരു 2 വർഷം കൊടുക്കണം. അതിൽ പ്രകൃതിയെ സംരക്ഷിക്കൽ, നാടിനെ സൗന്ദര്യവൽക്കരിക്കൽ, പൗരബോധം വളർത്തൽ, പൗരബോധം എന്താണെന്ന് പഠിപ്പിക്കൽ, റോഡ് നിയമങ്ങൾ അനുസരിക്കൽ, സാമൂഹ്യബോധം ഉണ്ടാക്കൽ, ഇടുങ്ങിയ രാഷ്ട്രീയത്തിനപ്പുറമായിട്ടുള്ള ചിന്തകളുണ്ടാക്കൽ, സ്വന്തമായി സംരംഭങ്ങൾ ആരംഭിക്കാനുള്ള പരിശീലനം, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള യഥാർത്ഥ കഴിവിനെ കണ്ടെത്തി ഈ പരിശീലനകാലം കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് തിരിയാനും അതിൽ പ്രവർത്തിക്കാനുമുള്ള ഒരു ഓറിയൻറ്റേഷൻ. ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ ഈ കാണാതെ പഠിപ്പിക്കുന്ന കുറേ വിഷയങ്ങൾക്കപ്പുറം മനുഷ്യൻ്റെ സ്കില്ലുകളെ, മനുഷ്യൻ്റെ സ്വഭാവത്തെ, അവൻ്റെ ജീവിത വീക്ഷണത്തെയൊക്കെ മാറ്റിമറിക്കുന്ന വ്യത്യസ്തമായൊരു മോൾഡിങ്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്കിൽ പരിശീലനം സത്യത്തിൽ നമ്മുടെ ചെറുപ്പക്കാർക്ക് അത്യാവശ്യമാണ്. വീണ്ടും യാത്ര ചെയ്ത് നമ്മൾ ഈ ഹെയ്ഡി ലാൻഡിലെത്തുന്നു. ഹെയ്ഡി ലാൻഡ് ഇപ്പോൾ ടൂറിസ്റ്റുകൾ എത്തുന്ന, പ്രത്യേകിച്ച് കുട്ടികൾ, അവരുമായിട്ട് മാതാപിതാക്കളെത്തി അവർക്ക് ഈ ഹെയ്ഡിയുടെ കഥകൾ പറഞ്ഞു കൊടുക്കുകയും, ഹെയ്ഡി എന്ന പെൺകുട്ടി, ഇത് ശരിക്കും പറഞ്ഞൊരു സാങ്കല്പിക ഗ്രാമമാണ്. അവിടെ ഹെയ്ഡി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയൊന്നും ഉണ്ടായിരുന്നില്ല.
ജോഹാന സ്പൈറി എഴുതിയ നോവലിലെ ഒരു കഥാപാത്രമാണ്. അപ്പോൾ ആ നോവലിൽ ഇവിടെയാണ് ജീവിച്ചിരുന്നതെന്ന് നോവലിൽ പറയുന്നത് കൊണ്ട് ഇത് കാണാൻ ആളുകൾ വരികയാണ്. തസ്രാക്ക് എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് ഖസാക്ക് എന്ന് നമ്മൾ ഒ വി വിജയൻ പ്രഖ്യാപിച്ചപ്പോൾ അവിടെ ഒരു പ്രദേശം അങ്ങനെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറി എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഒരു പ്രാധാന്യമുള്ള സ്ഥലമായിട്ട് തസ്രാക്ക് മാറി എന്ന് പറയുന്നത് പോലെ തന്നെയുള്ളൊരു സ്ഥലമേ ഉള്ളൂ. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ വീണ്ടും യാത്ര ചെയ്ത് മടങ്ങി സൂറിച്ചിലെത്തുന്നു. അപ്പോൾ ഇനി രാത്രിയിലെ ട്രെയിൻ പിടിച്ച് വേണം എനിക്ക് ആംസ്റ്റർഡാമിലേക്ക് പോകാൻ. രാത്രി 9:30 ഒരു ട്രെയിനുണ്ട്. അത് ബാസൽ എന്ന് പറയുന്ന പട്ടണത്തിലേക്കാണ്. ബാസൽ പട്ടണത്തിൽ അതൊരു 11 മണിയോട് കൂടി ചെല്ലും, 10:50 മറ്റോ ചെല്ലും. അവിടെ ഇറങ്ങിയിട്ട് 11:25 രാത്രിയാണ്, പാതിരാത്രി എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് ബാസൽ സ്വിറ്റ്സർലൻഡിലെ ഒരു പട്ടണം, പ്രമുഖ പട്ടണമാണ്, ആംസ്റ്റർഡാമിലേക്കൊരു ട്രെയിനുണ്ട്. ഇത് രാവിലെ ഒരു 9:30 കഴിയുമ്പോഴത്തേക്കും ആംസ്റ്റർഡാമിലെത്തും. അപ്പോൾ ഞാൻ അതിൽ സീറ്റ് റിസർവ് ചെയ്തു. ടിക്കറ്റ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ടിക്കറ്റ് അഡീഷണൽ ആയിട്ട് വേണ്ട, ഈ പറഞ്ഞ സ്ലീപ്പർ ടിക്കറ്റ് എടുക്കണം. അതെടുത്തു. അപ്പോൾ ഇനിയുണ്ടൊരു 3-4 മണിക്കൂർ. ഞാനിന്ന് പതിവ് പോലെ വീണ്ടും ആ ഓൾഡ് സ്ട്രീറ്റിലേക്ക് പോയി, അവിടുത്തെ ക്യൂരിയോ മാർക്കറ്റിലേക്ക് പോയി. ക്യൂരിയോ മാർക്കറ്റ് ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും ഇറാനിൽ നിന്നൊക്കെ കൊണ്ടുവന്ന കരകൗശല വസ്തുക്കളും പുരാതന വസ്തുക്കളും ഇതെല്ലാം നിരത്തി വിൽക്കാൻ വെച്ചിരിക്കുന്ന ആൾ. അവിടെ ചെന്ന് നമ്മുടെ സിസ്വാല എന്ന് പറയുന്ന ഒരാളുടെ കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. അയാളെ കണ്ടു, കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. അയാൾ 6 മാസം ഇന്ത്യയിലാണെന്നും അതിൽ അയാൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഗോവയാണെന്നും കുറേ നാൾ ഗോവയിൽ താമസിക്കും, എന്നിട്ട് ഇന്ത്യ മുഴുവൻ കറങ്ങി ഇന്ത്യയിൽ നിന്ന് ക്യൂരിയോസ് വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് സ്വിറ്റ്സർലൻഡുകാർക്കും ലോകത്തിൻ്റെ പല ഭാഗത്ത് വരുന്ന ടൂറിസ്റ്റുമൊക്കെ വിൽക്കും എന്നൊക്കെ പറഞ്ഞു. ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് ചെന്നു. കറക്റ്റ് 9:30 ട്രെയിനിൽ, മനോഹരമായൊരു ട്രെയിനാണ്, അതിസുന്ദരമായ ട്രെയിൻ. അത്തരൊരു ട്രെയിനിൽ ഞാൻ അന്ന് ആദ്യമായിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതിനകത്ത് ചെന്ന് കയറി. അപ്പോൾ അതിനകത്ത് നല്ല സീറ്റിംഗാണ്, ഇഷ്ടം പോലെ സ്പേസ്, നല്ല സ്പേസിങ്. അതുപോലെ തന്നെ സ്റ്റെപ്സ് കയറി നമ്മളൊരു ബംഗ്ലാവിനകത്ത് സഞ്ചരിക്കുന്ന പോലെയാണ്. മുകളിലേക്ക് സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ മുകളിലത്തെ നില, അല്ലാതെ 2 നില അങ്ങനെ അടുക്കി ഒന്നിൻ്റെ മുകളിൽ നിന്ന് വെച്ചേക്കല്ല, ഒരെണ്ണം ഒരു ബാൽക്കണി പോലെയായിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് ചെന്ന് ഈ ബാൽക്കണിയുടെ അടിയിലും സീറ്റുകളുണ്ടിരിക്കാം. ഇതിനകത്തൂടെ ഭക്ഷണമൊക്കെ തള്ളിക്കൊണ്ട് പരിചാരകരൊക്കെ വരും. അവർ വന്ന് ഫുഡ്, ഡ്രിങ്ക്സ്, ആൽക്കഹോൾ വരെ ഇതിനകത്ത് കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ച് ആസ്വദിച്ച് ഇങ്ങനെ രസിച്ച് യാത്രയാണ്. അവിടെയൊക്കെയാണ് നമ്മൾ ഈ സ്വിറ്റ്സർലൻഡുകാർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് അറിയുന്നത്. ഇത്രയേ ഉള്ളൊരു രാജ്യം, യുദ്ധത്തിലൊന്നും പങ്കെടുക്കാത്ത രാജ്യം, അയൽക്കാരൻ്റെ മാന്താൻ പോകാത്ത രാജ്യം, അവിടുത്തെ ജനങ്ങൾ ഹാപ്പിയാണ്, രാജ്യവും ഹാപ്പിയാണ്. പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ടിക്കറ്റ് എക്സാമിനർ വന്നു, എല്ലാവരും ടിക്കറ്റൊക്കെ ഒന്ന് പരിശോധിച്ചു. ട്രെയിൻ പുറപ്പെടുകയായി. പുറപ്പെട്ട് കഴിഞ്ഞ് ഞാൻ വിചാരിച്ചെന്നാൽ മുകളിലിരുന്നേക്കാം. ഞാൻ ആദ്യം താഴെ ഇരുന്നേ, മുകളിലേക്ക് ചെന്ന് കയറി. മുകളിലിരിക്കാൻ കുറേ കൂടെ രസകരമാണ്. ഏതാണ്ട് ഒരു 10:45-11 മണി ആകാറായപ്പോഴത്തേക്കും ബാസൽ പട്ടണത്തിൽ പോയി ഇറങ്ങി. ബാസലിൽ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ പുറത്തിറങ്ങി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു 20-25 മിനിറ്റ് ഉണ്ട് സമയം. ഈ ബാസൽ നഗരത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്നുള്ള കുറച്ച് ഷോട്ടുകളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങി ചെല്ലുമ്പോൾ അവിടെ ട്രാമുകളൊക്കെ ഓടുന്നുണ്ട്, പുരാതനമായ കെട്ടിടങ്ങളുണ്ട്. ബാസൽ വളരെ ചരിത്രമുള്ളൊരു നഗരമാണ്. അതിൻ്റെ തെരുവിലൂടെയൊക്കെ മനുഷ്യർ നടന്നു പോകുന്നുണ്ട്, തണുപ്പുണ്ട് അത്യാവശ്യം. അങ്ങനെ കയറി ചെല്ലുന്നു. അപ്പോൾ ഒരു ട്രെയിന് അതത്ര ഈ മുമ്പേ ഇങ്ങോട്ട് വന്ന പോലത്തെ അത്ര ഗംഭീരനായ ട്രെയിനൊന്നുമല്ല, ഒരു സാധാരണ ട്രെയിനാണ്. പക്ഷേ അകത്ത് കയറി കഴിയുമ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സുന്ദരമാക്കിയിട്ടിരിക്കുന്ന ബർത്തുകളുണ്ട്. അതിലെൻ്റെ സീറ്റ് പിടിച്ചു, അതിനകത്ത് ബാഗ് കൊണ്ടുപോയി വെച്ചു. ഇത്തിരി കഴിഞ്ഞപ്പോഴത്തേക്കും വേറൊരു ചെറുപ്പക്കാരനോട് കയറി വന്നു. അവനും എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സീറ്റിൽ പോയിരുന്നു. അവന് ആംസ്റ്റർഡാംകാരനാണ്, ആംസ്റ്റർഡാമിലാണ് അവൻ്റെ താമസം. അപ്പോൾ അവൻ സൂറിച്ചിൽ വന്നതാണ്. ഇപ്പം ഞാൻ വന്ന അതേ ട്രെയിനിൽ തന്നെ ഇവനുണ്ടായിരുന്നു. സൂറിച്ചിൽ അവൻ്റെ ഒരു കാമുകിയുണ്ട്, അവളവിടെ പഠിക്കുക മറ്റാ. അപ്പോൾ അവളെ കാണാൻ വന്നതാണ്. അവൻ ഇടയ്ക്കിടയ്ക്ക് വരും, 1-2 ആഴ്ച കൂടുമ്പോൾ ഇങ്ങനെ അവിടുന്ന് കാമുകിയോടൊപ്പം 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വരും. എന്നിട്ട് ഇന്ന് മടങ്ങി പോവുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു അമ്മയും 2 പിള്ളേരും കൂടെ കയറി വന്നു. ഒരു സ്ത്രീ 2 ഇരട്ടക്കുട്ടികളുമായിട്ട് കയറി വരുന്നു. നമ്മുടെ ബർത്തിൻ്റെ നേരെ മുകളിലാണ് ഇതുങ്ങളെ പിടിച്ച് അമ്മ കൊണ്ടുപോയി കിടത്തിയത്, ഇവർ ശല്യം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇവരതിൻ്റെ മുകളിൽ കിടന്നുള്ള കളിയായി. അങ്ങനെ ഉറക്കമെല്ലാം കഴിഞ്ഞ് ഞാൻ ഉണരുമ്പോൾ നല്ല വെയിലാണ് പുറത്തേക്ക് നോക്കി ജാലകത്തിലൂടെ ട്രെയിൻ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എത്രയോ രാജ്യങ്ങളിലൂടെ ഓടി ഇപ്പം നമ്മൾ നെതർലാൻഡ്സിൽ കൂടി ഓടുന്നത്. നെതർലാൻഡ്സിലെ ആംസ്റ്റർഡാം നഗരത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. നെതർലാൻഡ്സുകാരെയാണ് ഡച്ചുകാരെന്ന് നമ്മൾ വിളിക്കുന്നത്. ആ നാടിന് ഹോളണ്ട് എന്നൊരു പേരുമുണ്ട്. അങ്ങനെ 3 പേരിൽ അറിയപ്പെടുന്നൊരു നാടാണ് ഈ നെതർലാൻഡ്സ്. ആ നെതർലാൻഡ്സിലെ ഏറ്റവും സുപ്രധാനമായ പട്ടണമാണ് ഈ ആംസ്റ്റർഡാം. അപ്പോൾ ആംസ്റ്റർഡാമിലേക്കാണ് നമ്മൾ ചെല്ലുന്നത്. ആംസ്റ്റർഡാം ഒരു ജലനഗരമാണ്. നിരവധി കനാലുകൾ എന്ന് പറഞ്ഞാൽ ഈ തലങ്ങും വിലങ്ങും കുറേ കനാലുകളല്ല, കറക്റ്റ് സ്കെയിൽ വെച്ച് വരച്ച പോലെ ഇങ്ങനെ കനാലുകൾ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവിടെ മുഴുവൻ വെള്ളത്തിനടിയിലായിരുന്നു. ഈ ഡച്ചുകാർ കടലിൽ നിന്ന് അല്ലെങ്കിൽ വെള്ളക്കെട്ടിൽ നിന്ന്
കര പൊക്കിയെടുത്തതാണ്. നമ്മുടെ കുട്ടനാടിൻ്റെ ഒരു 10,000 ഇരട്ടി മനസ്സിൽ സങ്കല്പിക്കുക. ശാസ്ത്രീയമായൊരു കുട്ടനാട്, പ്രൊഫഷണലായൊരു കുട്ടനാട്, ബുദ്ധിയുള്ളവരുടെ ഒരു കുട്ടനാട് എങ്ങനെ ഇരിക്കും? അതാണ് ആംസ്റ്റർഡാം, നെതർലാൻഡ്സും. അപ്പോൾ അവർ നൂറ്റാണ്ടുകൾ മുമ്പ് മുതൽ തന്നെ ഈ വിൻഡ് മില്ലുകൾ വെച്ച് വെള്ളം പമ്പ് ചെയ്ത് പുറത്തേക്ക് കളഞ്ഞ് വലിയ വരമ്പ് കടലിന് ചുറ്റും കെട്ടി ആ കടൽ വെള്ളം വറ്റിച്ച് അതിനകത്ത് കൃഷി ഇറക്കി ഈ വരമ്പുകൾ മുഴുവൻ പട്ടണങ്ങളാക്കി മാറ്റി, ജനവാസയിടങ്ങളാക്കി, താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ കൃഷിയിടങ്ങളാക്കി മാറ്റി. ഈ ആംസ്റ്റർഡാം നഗരത്തിൽ ഈ വരമ്പുണ്ടാക്കി ഈ വരമ്പുകൾ മുഴുവൻ കെട്ടിടങ്ങൾ കൊണ്ട് പണിതു. അപ്പോൾ അതായത് ഈ ഓരോ നിര കെട്ടിടത്തിൻ്റെയും മുമ്പിലൊരു കനാലാണ്. അവിടെ നിന്ന് മണ്ണ് കോരിയിട്ടാണ് ഈ തിട്ടയുണ്ടാക്കി അവിടെയാണ് കെട്ടിടങ്ങൾ പണിതത്. അങ്ങനെ ഒരു നിര കെട്ടിടം, പിന്നെ ഒരു കനാൽ, പിന്നെ ഒരു നിര കെട്ടിടം, പിന്നെ ഒരു കനാൽ, ഇങ്ങനെ ലൈൻ ഒപ്പിച്ച് പണിതിരിക്കും. ഇത് 10, 600, 700, 800 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യമാണെന്ന് ഓർക്കണം. ഇപ്പോഴും ആ കെട്ടിടങ്ങളും ആ വരമ്പുകളും ആ ചിറകളും അല്ലെങ്കിൽ ആ കനാലുകൾ നമുക്ക് കാണാം. ഈ കനാലുകളിലൂടെ മുഴുവൻ ബോട്ടുകൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ കനാലിൻ്റെ തീരം എന്ന് പറയുന്നത് നല്ല കരിങ്കല്ല് ഹലുവ പോലെ മുറിച്ചെടുത്ത് ഒരുക്കിയ വികസിതമായ നഗരത്തിനകത്തൂടെയാണ് ഈ കനാലുകൾ. ഈ റോഡുകളും മുറ്റങ്ങളും എല്ലാം കല്ല് വിരിച്ചതാണ്, അതിമനോഹര. നമ്മൾ ഈ ചെന്നിറങ്ങുന്ന റെയിൽവേ സ്റ്റേഷൻ തന്നെ ഒരു ക്ലാസിക് നിർമ്മിതിയാണ്. ആ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് കനാലുകൾ തന്നെയാണ്. അങ്ങനെ അതിവിശാലമായ അതിഗംഭീരമായ ഒരു നഗരമാണ്. ആ നഗരത്തിനകത്ത് തന്നെ കൊട്ടാരമുണ്ട്, പലതരം സ്ട്രീറ്റുകളുണ്ട്, വമ്പനൊരു പട്ടണമാണ് ആംസ്റ്റർഡാം. പക്ഷേ ജലനഗരം. ആംസ്റ്റൽ എന്ന് പറയുന്നൊരു നദിയിലൂടെ ഒഴുകുന്നുണ്ട്, എപ്പോഴും പ്രളയം ഉണ്ടാക്കിക്കൊണ്ടിരുന്നതാണ്. ആ ആംസ്റ്റലിൽ ഒരു വർഷങ്ങൾക്ക് മുമ്പ്, എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഒരു ചിറ കെട്ടി. ആ ചിറ കെട്ടിയിട്ടാണ് ഈ പ്രളയത്തെ ഒരു തരത്തിൽ പിടിച്ചു കിട്ടിയത്. ആംസ്റ്റലിൽ കെട്ടിയ ഡാം എന്ന അർത്ഥത്തിലാണ് ആംസ്റ്റർഡാം എന്ന് ആ നഗരത്തിന് പേര് വന്നത് തന്നെ. അപ്പോൾ അങ്ങനെ ആംസ്റ്റർഡാമിൽ പോയി ട്രെയിൻ ഇറങ്ങുകയാണ്. ഈ ആംസ്റ്റർഡാമിൽ ചെന്ന് ഇറങ്ങിയ ഉടനെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങി വരുമ്പം അവിടെ ഒരു ഇൻഫർമേഷൻ സെൻ്ററാണ്. അപ്പം ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ ലഗേജ് എല്ലാം കൊണ്ട് എവിടെയെങ്കിലും ഹോട്ടലിൽ വെക്കണം. ഞാനൊരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റിൽ കൂടിയാണ് ബുക്ക് ചെയ്തത്. അപ്പോൾ അന്ന് വലിയൊരു അബദ്ധം കാണിച്ചതായി പറഞ്ഞു വരുന്നത്, ഇൻ്റർനെറ്റിൽ കൂടെ ബുക്ക് ചെയ്യുമ്പോൾ അന്ന് എനിക്ക് ഈ മാപ്പും കൂടെ നോക്കണമെന്നുള്ളൊരു ബോധം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആംസ്റ്റർഡാം ഹോട്ടൽസ് എന്നൊക്കെ സെർച്ച് ചെയ്ത് അവിടെ റേറ്റ് അന്ന് നോക്കിയത് മുഴുവൻ ഏറ്റവും നിരക്ക് കുറഞ്ഞ നല്ലൊരു ഹോട്ടൽ കണ്ടുപിടിച്ചു. അതിൻ്റെ മുറിയുടെ പടങ്ങൾ, അതിൻ്റെ റിസപ്ഷൻ ഏരിയ ഇതൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അങ്ങനെ ബുക്ക് ചെയ്തു. ഈ ഹോട്ടൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. ഷാഗൻ എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേരായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് അടുത്ത എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കണം. ഞാൻ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അവിടെയൊക്കെ ഈ ഇൻഫർമേഷൻ സെൻറ്ററിൽ ഏത് കാര്യത്തിനും വിവരം നമുക്ക് ചോദിക്കാൻ പറ്റും. അതായത് പെട്ടിക്കടയിൽ പോയി ചോദിക്കാം, പലചരക്കടയിൽ ചെന്ന് ചോദിക്കാം, വഴിയിൽ നിൽക്കുന്ന ആളോട് ചോദിക്കാമെന്നൊന്നും ആരും ചിന്തിക്കാറില്ല. അതിനൊക്കെ ഡെസിഗ്നേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഇവിടെയുള്ള ആ ഇൻഫർമേഷൻ സെൻറ്ററാണ്. ഞാൻ ഇൻഫർമേഷൻ സെൻറ്ററും അവിടെ ചെല്ലുമ്പോൾ ഒരു 2-3 കൗണ്ടർ ഉണ്ടെങ്കിലും വലിയ ക്യൂ ആണ്, നീണ്ട ക്യൂ. ഈ ക്യൂവിൻ്റെ പുറകിൽ പോയി എനിക്കല്ലാതെ വേറെ ഒരു മാർഗ്ഗവുമില്ല. ക്യൂവിൻ്റെ പുറകിൽ പോയി നിന്നു. അപ്പോൾ ഈ ക്യൂ കെട്ടിടത്തിന് പുറത്തേക്ക് ഇറങ്ങി വെയിലത്താണ് അതിൻ്റെ ഒരു അറ്റം. ഈ വെയിലത്ത് നമ്മളിങ്ങനെ നിൽക്കുകയാണ്. 1/4 മണിക്കൂർ നിന്നിട്ടാണ് നമുക്കൊരവസരം കിട്ടുന്നത്. ഒരു പ്രത്യേകത എന്താ വെച്ചാൽ, ഇത്രയും ആളുണ്ടെങ്കിൽ ഈ ക്യൂവിൻ്റെ മുമ്പിലിരിക്കുന്ന അല്ലെങ്കിൽ ആ കൗണ്ടറിലിരിക്കുന്ന ആൾ വളരെ വിശദമായിട്ട് സമയമെടുത്ത് ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കൊടുത്തായി പോകുന്നത്. ഒടുവിൽ എൻ്റെ ഊഴമായി. ഞാൻ ഈ ഹോട്ടൽ എവിടെയാണെന്ന് അറിയണം, കൊണ്ടുപോയി കൊടുത്തപ്പോൾ ഇവർ പറഞ്ഞു, നല്ല ഹോട്ടലാണല്ലോ. ഞാൻ ചോദിച്ചു, ഇത് എവിടെയാണ്, ഇത് എങ്ങനെ, ഏത് സ്ട്രീറ്റിലാണ്? പറഞ്ഞു, ദിസ് ഇസ് ഇൻ ഷാഗണിലാണിത്. ഞാൻ ചോദിച്ചു, ഷാഗൺ എവിടെയാണ്? ഷാഗൺ നിങ്ങൾക്ക് എല്ലാ 1.5 മണിക്കൂർ കൂടുമ്പോൾ ഇവിടുന്ന് ട്രെയിൻ കിട്ടും. എന്നിട്ട് 1 മണിക്കൂർ യാത്രയുണ്ട് ഇവിടുന്ന്. ആംസ്റ്റർഡാമിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം ഒരു 50-60 കിലോമീറ്റർ അകലെയാണ് ഈ ഷാഗൺ. അവിടെയാണ് ഈ ഹോട്ടൽ. ഈ ഷാഗണിലെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്റർ നടക്കണം ഈ ഹോട്ടലിലേക്ക്. ഷാഗൺ ഒരു ചെറിയ ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ ഒരു സൈഡിൽ കൂടെയാണ് ഈ റെയിൽവേ ലൈൻ പോകുന്നത്, കുറച്ച് അകലെക്കൂടെയാണ്. ഇത്രയൊക്കെ ഇവർ വിവരിച്ചു തന്നു വിശദമായിട്ട്. അപ്പോൾ എനിക്ക് അബദ്ധം മനസ്സിലായി, ഇനി എന്ത് ചെയ്യും? അപ്പം ലഗേജ് പുറത്ത് കിടക്കട്ടെ എന്ന് തീരുമാനിച്ചു. ആംസ്റ്റർഡാം നഗരം നടന്നങ്ങ് കാണാം, എന്നിട്ട് വൈകിട്ട് ഷാഗണിലേക്ക് പോകാം. വേറെ മാർഗ്ഗമില്ല, പൈസയും അധികം കയ്യിലില്ല. അപ്പോൾ ഞാൻ ആ ഭാണ്ഡം എടുത്ത് ക്യാമറയും എടുത്ത് ഈ ആംസ്റ്റർഡാമിൻ്റെ കാഴ്ചകളിലേക്ക് ഇറങ്ങി. അത്ഭുതകരമായ ഞെട്ടിക്കുന്ന കാഴ്ചകളിലേക്ക്. ജർമ്മനി, പോളണ്ട്, ബോസ്നിയ ആൻഡ് ഹെർസഗോവിന, കിർഗിസ്ഥാൻ. സഞ്ചാരം വോള്യം നമ്പർ 19. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222.